വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നല്ലൊരു അടിപൊളി അതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ഞാൻ പേരിട്ടിട്ടുള്ള പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ ഒന്ന് ഇങ്ങനെയും ഉണ്ടാക്കാം. ഈ രണ്ട് രീതി തയ്യാറാക്കുന്നതും ഞാൻ ഒരേ വീഡിയോ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി മാവ് അരച്ചില്ല, അരി വെള്ളത്തിലിട്ടിട്ടില്ല, അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക്. ആ സമയങ്ങളിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കും. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, അങ്ങനെ കഴിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ള അവൽ തന്നെ വേണം കേട്ടോ. വെള്ള അവൽ ഇവിടെ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വെള്ളം കളഞ്ഞ് ഇതുപോലെ ഒരു 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് റവ ചേർക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. 1/2 കപ്പ്. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ ചേർത്തിട്ടുള്ള പുളിയില്ലാത്തതായതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിലേറെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിതിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കണം. ചെറിയ ചെറിയ ബോൾസ് ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം കയ്യിലൊന്ന് പരത്തി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ കണ്ടില്ലേ? ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അത് നമ്മളെല്ലാം പരത്തി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യുന്നത് നേരെ അങ്ങോട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ്. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെള്ളം ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഇത് വെന്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഞാനിത് 2 രീതിയിലായിട്ട് തയ്യാറാക്കുന്നത്. ഒന്ന് വേറെ രീതിയിലും ഒന്ന് മറ്റേ രീതിയിലായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേറെ മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടില്ലേ, അതിന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് വേറെ രീതിയിലും കൂടി ഒന്ന് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? നോക്ക്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. അതങ്ങനെ കഴിക്കും നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐറ്റം കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് കറികളും കാര്യങ്ങളും ഒന്നും വേണമെന്നില്ല. ഇതങ്ങനെ കഴിക്കും. നമുക്കിത് മോർണിംഗ് വേണമെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം സോഫ്റ്റാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിലെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ആ കറിവേപ്പിലയുടെ ഫ്ലേവറും അതേപോലെ ആ പച്ചമുളകിൻ്റെ ഫ്ലേവറും നമ്മുടെ വെളിച്ചെണ്ണയും ആ ഒരു ഫ്ലേവറാണ് ഇതിൽ വരിക. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലേവറാണ് കിട്ടുക. കറിവേപ്പിലയും മല്ലിയിലയുടെയും നമ്മുടെ വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഫ്ലേവറാണ് ഇതിൽ കിട്ടുന്നത്. ഇത് ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ആയിരുന്നു നമ്മുടെ ഒറിഗാനോയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ഒക്കെ ഒരു ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഫ്ലേവറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ രണ്ടും അടിപൊളിയാണ്. ഒരു നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ഫീഡ്ബാക്കും കമൻസിലൂടെ പറയണേ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടെ ഇതിന് പറ്റിയൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കതും കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.